ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ബജാജ് EMI കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ബജാജ് ഫിൻസർവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സിം വഴി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ OTP വഴി ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 4 അക്ക MPIN ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്ന് നൽകുക. അതിനുശേഷം ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അതെന്തിനാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ലോഗിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നമ്മൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത MPIN വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിനുശേഷം നിങ്ങൾ കൊടുത്ത MPIN അടിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഹോം പേജിൽ തന്നെ EMI കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രീ അപ്രൂവ്ഡ് കാർഡ് ലിമിറ്റ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ഇൻ നൗ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം ഓട്ടോ ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിൻ കോഡ്, സിറ്റി എന്നിവ പൂരിപ്പിക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. അതെല്ലാം പൂരിപ്പിക്കുക. അത് കഴിയുമ്പോൾ ജെൻഡർ, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, സാലറീഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മന്ത്ലി സാലറി കൊടുക്കുക. അത് ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നറിയാൻ പറ്റും. ഓരോരുത്തരുടെയും ഏജ്, ഇൻകം, ക്രെഡിറ്റ് സ്കോർ എന്നിങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് നോക്കിയാണ് എലിജിബിലിറ്റി ബജാജ് ഫിനാൻസ് ഡിസൈഡ് ചെയ്യുന്നത്.